My precious children of God, I greet each one of you in the precious name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അമൂല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാശംസകൾ. Today the promise is given to us from John chapter 14 verse 13. ഇന്ന് യോഹന്നാൻ 14:13 നിന്നാണ് നമുക്ക് വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുന്നത്. It says, "And whatever you ask in my name, that I will do, that the Father may be glorified in the Son." ആ വാക്യം പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും. If you read Judges 13:18, the father of Samson, he was meeting an angel of God. നിങ്ങൾ ന്യായാധിപന്മാർ 13:18 വായിക്കുകയാണെങ്കിൽ അവിടെ ശിംശോന്റെ പിതാവ് ഒരു ദൈവദൂതനെ കാത്തിരിക്കുന്നത് കാണാം. And he says, "What is your name?" ശിംശോന്റെ പിതാവ് ദൂതനോട് ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? And the angel of the Lord said, "Why do you ask my name? It is wonderful." അതിന് ദൈവദൂതൻ അവനോട്, എന്റെ പേർ ചോദിക്കുന്നതെന്ത്? അത് അതിശയമുള്ളത് എന്ന് It പറഞ്ഞു. is not angel, it's God himself. അത് ദൈവദൂതനായിരുന്നില്ല, ദൈവം തന്നെ In ആയിരുന്നു. the form of an angel, he spoke to that man and encouraged him. ഒരു ദൈവദൂതന്റെ രൂപത്തിൽ ദൈവം ആ മനുഷ്യനോട് സംസാരിച്ചു, അവനെ ധൈര്യപ്പെടുത്തി. In the same way, God spoke to Moses. അതുപോലെ തന്നെ ദൈവം മോശയോട് സംസാരിച്ചു. If you read Exodus chapter 6 verse 3, he appeared to Abraham and Isaac and Jacob and also to Moses, and as a great Jehovah they could see him in നിങ്ങൾ person. പുറപ്പാട് 6:3 വായിക്കുകയാണെങ്കിൽ അവിടെ യഹോവ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി അവർക്ക് ദൈവത്തെ വ്യക്തിപരമായി കാണുവാൻ Yes, he സാധിക്കുകയും is God ചെയ്തു. Almighty, അതെ, ദൈവം സർവശക്തനാകുന്നു. but you can see him in person എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ വ്യക്തിപരമായി കാണാനാകും when you are filled with the presence of God. നിങ്ങൾ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുമ്പോൾ. So many times in my life when I was dejected and depressed and lost hope in everything, I saw the presence of God. എന്റെ ജീവിതത്തിൽ ഞാൻ നിരാശയ്ക്ക് അടിമപ്പെട്ടപ്പോൾ, എനിക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. And he appeared to me like an angel or anything else and encouraged me that he is with me at all times. ദൈവം ഒരു ദൈവദൂതന്റെ രൂപത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെടും, എന്നെ ധൈര്യപ്പെടുത്തും, എപ്പോഴും എന്നോട് കൂടെയുണ്ടെന്ന് എന്നോട് Yes, പറയും. my friends, the Lord is with you at all times. അതെ സ്നേഹിതന്മാരെ, ദൈവം എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. David himself says in Psalm 8:1, "O Lord, our Lord, how excellent is your name in all the earth." സങ്കീർത്തനം 8:1 ദാവീദ് തന്നെ പറയുന്നു, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. And Proverbs 18 verse 10 says, "The name of the Lord is a strong tower, the righteous run to it and are safe." സദൃശ്യവാക്യം 18:10 പറയുന്നു, ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. Yes, my friends, all these 86 years, the Lord is with me at all times. I could see his presence, I could feel his presence, and he speaks to me whenever I lost my hope. അതെ, ഈ 86 വർഷങ്ങളിലും ദൈവം എന്നോട് കൂടെ ഇരുന്നു. എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിച്ചു. പ്രത്യാശയേറ്റ സന്ദർഭങ്ങളിൽ ദൈവം എന്നോട് That's സംസാരിക്കുന്നു. why I'm happy in the Lord, അതുകൊണ്ടാണ് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നത്, rejoicing in the Lord. കർത്താവിൽ എപ്പോഴും ആനന്ദിക്കുന്നത്. I have received all his blessings. എനിക്ക് സകല ദൈവാനുഗ്രഹങ്ങളും In the പ്രാപിക്കാനായി. same way, you can also be blessed abundantly. അതുപോലെ നിങ്ങൾക്കും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കും. Don't look to men or a woman. നിങ്ങൾ ഒരു പുരുഷനിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയിലേക്ക് നോക്കരുത്. Cling on to this God. നിങ്ങൾ ഈ ദൈവത്തോട് പറ്റിച്ചേരുവിൻ. Let us cling on to him right now. നമുക്കിപ്പോൾ ദൈവത്തോട് പറ്റിച്ചേരാം. Father, you are our God. പിതാവേ, അങ്ങ് ഞങ്ങളുടെ You ദൈവമാകുന്നു. are our hope. അങ്ങ് ഞങ്ങളുടെ Lord, പ്രത്യാശയാകുന്നു. tell your children to believe you, Father. പിതാവേ, അങ്ങിൽ വിശ്വസിക്കുവാൻ അങ്ങയുടെ മക്കളോട് അങ്ങ് പറയണമേ. Draw them closer to you. അവരെ അങ്ങിലേക്ക് വലിച്ചടുപ്പിക്കണമേ. Let them see you in person, Father. അവർ വ്യക്തിപരമായി അങ്ങയെ ദർശിക്കട്ടെ. Let them see you and receive all your blessings, Father. അവർ അങ്ങയെ ദർശിക്കട്ടെ, അങ്ങയുടെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ. Thank you, Father. പിതാവേ, നന്ദി. Hear our cry ഞങ്ങളുടെ നിലവിളി and കേൾക്കണമേ. supply all the needs of your children. അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.